ആ പരിപ്പ് തൽക്കാലം ഇവിടെ വേവിക്കണ്ട. ട്രംപിനോട് മോദി കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾക്കറിയാം, അങ്ങ് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി, ഇവിടെ വന്ന് കൂടുതൽ ഉണ്ടാക്കാൻ നിന്നാ ഞാൻ 8ന്റെ പണി തരും. എന്താണ് ഇപ്പോ ട്രംപിന്റെ പുതിയ അവകാശവാദം? അതായത് ട്രംപിനിട്ട് അടിക്കാനുള്ള ഒലക്ക എടുത്തുകൊണ്ടാണ് പുള്ളി അങ്ങ് പോയത് G7 ഉച്ചകോടിക്ക്. നെറുകന്തല നോക്കി പറഞ്ഞാൽ കൊടുക്കണമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ ഈ G7 ഉച്ചകോടി പെട്ടെന്ന് വെട്ടിച്ചുരുക്കി ട്രംപ് അമേരിക്കയിലോട്ട് പോയി. കാര്യം മറ്റേ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ട്. അപ്പോൾ ദേശീയ സുരക്ഷാ സമിതി യോഗം അടിയന്തരമായിട്ട് ചേരേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം ട്രംപ് അവിടെ നിന്ന് പോയി. അപ്പോൾ മോദി കാനഡയിൽ ചെന്നപ്പോൾ ട്രംപിനെ കിട്ടിയിരുന്നെങ്കിൽ അപ്പം തന്നെ ചെപ്പക്കുറ്റീകരണം കൊടുത്തേനെ. കാരണം അമ്മാതിരി പണിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ പുള്ളി അപ്പം തന്നെ എന്ത് ചെയ്തു, അവിടെ വന്നിട്ട് ഫോൺ ചെയ്തു. ഒരു 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സംഭാഷണം. അതിൽ വെളിപ്പെടുത്താവുന്ന കാര്യങ്ങൾ വേറെ എന്തൊക്കെ പറഞ്ഞു നമുക്കറിയില്ല. ഉറപ്പായിട്ടും രണ്ടുപേരും നമ്മൾ നല്ല സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് മറ്റേ മ്യൂട്ടിട്ട് വെക്കുന്ന ഒരു സംഭവം ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. കാര്യം അമ്മാതിരി വേലയാണ് ചെയ്തത്. ഏതായാലും വെളിപ്പെടുത്താവുന്ന കാര്യങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി ഇപ്പോൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങളിലാണ് മോദി ട്രംപ് സംഭാഷണം നടന്നത്. അതായത് മോദി ട്രംപിനോട് പറഞ്ഞത്, അതായത് ട്രംപായിട്ട് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല, മോദി ട്രംപിനോട് പറഞ്ഞ പ്രധാനമായി 5 എണ്ണം അക്കവിട്ട് നിരത്തി പറയുന്നത്. ഒന്നാമത്തത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. ഏതൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സൈനിക ദൗത്യം നിർവഹിച്ചത്? അതായത് പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികൾ, പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഭീകരവാദികൾ പഹൽഗാമിൽ വന്നു 26 പേരുടെ ജീവനെടുത്തു. ഇതിന് പകരം എന്ന നിലയിൽ, ഇതിൻ്റെ മറുപടി എന്ന നിലയിൽ ഇന്ത്യ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അവിടുത്തെ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, അവിടുത്തെ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല, അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ട് ടാർഗറ്റഡ് ആൻഡ് പ്രിസിസീവ് ആക്ഷൻ കൃത്യമായി കണ്ടെത്തി കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നടത്തിയ ഒരു ആക്രമണം എന്ന നിലയിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്നുള്ള കാര്യം മോദി ട്രംപിനോട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ബുള്ളറ്റ് കൊണ്ട് തന്നെ മറുപടി നൽകി. അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ സിവിലിയന്മാരെ ആക്രമിച്ചു, അതിന് ഇന്ത്യ ആ തൂക്കത്തിന് തന്നെ മറുപടി നൽകി. പിന്നെ ഒന്നുകൂടി പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ, ഇപ്പോൾ ഭീകരവാദം എന്ന് പറയുന്നത് ഒരു യുദ്ധം തന്നെയാണ്, അല്ലാണ്ട് ഒരു പ്രോക്സി വാറല്ല. ഈ പ്രോക്സി വാർ എന്താണെന്നറിയാവോ? ഈ പഞ്ചാബി ഹൗസ് സിനിമയുടെ അകത്ത് എനിക്ക് പകരം രമണൻ ഗോദയിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയോട് വിരോധമുണ്ട്, പക്ഷെ നേരിട്ട് ഇടപെടില്ല, പകരം രമണനെ പറഞ്ഞിടും. ഈ രമണൻ ആരാ? ഈ പറയുന്ന ഭീകരവാദികൾ. അതിനെയാണ് പ്രോക്സി വാർ എന്ന് പറയുന്നത്. അതായത് അവർക്ക് വേണ്ടി മറ്റൊരാൾ ഇറങ്ങുക. അപ്പോൾ അതായിരുന്നു മുൻകാലത്തെ അനുഭവം. പാകിസ്ഥാന് വേണ്ടിയിട്ട് ഭീകരവാദികൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പാകിസ്ഥാൻ സർക്കാർ അല്ലെങ്കിൽ പാകിസ്ഥാൻ സേന തന്നെ ഈ ഭീകരവാദികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു, അവരെ പറഞ്ഞു വിടുന്നു. ആ പ്രോക്സി വാർ ആയിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ അത് യഥാർത്ഥ യുദ്ധം, രാജ്യത്തിന് നേരെ നടക്കുന്ന യുദ്ധം ആയിട്ടാണ് നടക്കുന്നത്. അത് നടക്കുമ്പോൾ ഇന്ത്യ കയ്യും കെട്ടി നിൽക്കില്ല, തിരിച്ചടിക്കും. അതുകൊണ്ടാണ് ബുള്ളറ്റിന് പകരം ബുള്ളറ്റ് കൊണ്ട് തന്നെ മറുപടി നൽകിയെന്ന് പറയുന്നു. ഇനി 3, ഈ ട്രംപ് ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കാനായിട്ട് ഞാനാണ് മധ്യസ്ഥനായിട്ട് വന്നത്. അതിന് ഞാനൊരു ഉപാധി വെച്ചു, നിങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറൊക്കെ ഞാനങ്ങ് റദ്ദാക്കിക്കളയും, പിന്നെ കച്ചവടമൊന്നും നടക്കില്ല, അങ്ങനെയാണ്, അതുകൊണ്ട് മര്യാദക്ക് നിന്ന് 2 പേരും പറഞ്ഞതനുസരിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് വ്യാപാര കരാർ, ഈ പറയുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമാക്കിയതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അപ്പോൾ മോദി ആ കാര്യത്തിൽ ട്രംപിനെ എടുത്തങ്ങ് കൊടുത്തു. ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടോ ട്രംപേ എന്ന് ചോദിച്ചു, ഒരു മധ്യസ്ഥനാകാൻ വരണമെന്ന്. അപ്പോൾ ട്രംപിന് ഉത്തരവില്ല. ഇങ്ങനെ ഒരു നയമേ ഇന്ത്യക്കില്ല. 2 രാജ്യങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഉഭയകക്ഷി പ്രശ്നമാണ്. 2 രാജ്യങ്ങൾ ഇതുവരെ ഒരു മധ്യസ്ഥൻ ഇടപെട്ട ചരിത്രം ഇന്ത്യക്കില്ല. അങ്ങനെ ഒരു മധ്യസ്ഥനും വേണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിൽ, മധ്യസ്ഥൻ വേണ്ട എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ ഭേദമന്യേ ഐക്യമുള്ളൊരു സംഗതിയാണ്. ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ ഒരു മധ്യസ്ഥനെ വേണ്ട എന്നുള്ള കാര്യത്തിൽ ഒരേ നിലപാടാണ്. പിന്നെ ഈ പറയുന്ന ഒരു വ്യാപാര കരാറിൻ്റെ പേരിൽ മധ്യസ്ഥ ചർച്ച നടത്തിയ എന്ന് പറയുന്ന ട്രംപിൻ്റെ അവകാശവാദത്തെ നമ്മൾ പൂർണ്ണമായും നിരാകരിക്കുകയാണ് എന്നുള്ളത് ട്രംപിനോട് നേരിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഇനി 4-മത്തത്, ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾ നടന്നത് കൃത്യമായ നയതന്ത്ര ചാനലുകൾ വഴിയാണ്, അല്ലാണ്ട് ഒരു മധ്യസ്ഥൻ ഉണ്ടായിട്ടില്ല. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന് 4 ദിവസം കഴിഞ്ഞ്
പാകിസ്ഥാൻ നിക്കക്കള്ളിയില്ലാതെ അവിടുത്തെ സൈനിക മേധാവി അവിടുത്തെ തന്നെ ഹോട്ട് ലൈൻ വഴി ഇന്ത്യയുടെ സൈനിക മേധാവിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ സൈനിക മേധാവി അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗങ്ങളിൽ ആയതുകൊണ്ട് അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം വീണ്ടും ഉച്ചയ്ക്ക് ഒന്നുകൂടി ശ്രമിച്ചു, അപ്പോഴും കിട്ടിയില്ല. ഉച്ചയ്ക്ക് 2:30 ഈ രണ്ട് നേതാക്കളും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് മേധാവികൾ തമ്മിൽ ഫോൺ സംഭാഷണം നടക്കുന്നത് 2:30. അതിനുശേഷമാണ് ഇന്ത്യ ശരി വെടിനിർത്തൽ ശരി ഞങ്ങൾ സമ്മതിക്കുന്നു എന്നുള്ള ഇന്ത്യ നിലപാട് അറിയിച്ചത്. അന്നേ ദിവസം 5:30 ട്രംപ് ട്വീറ്റും കൊണ്ടുവരുന്നത്, ഞാനാണ് ഇതെല്ലാം റെഡിയാക്കിയതെന്ന്. 2:30 രണ്ട് ഒഫീഷ്യൽസ് തമ്മിൽ ധാരണയായ വിഷയം 2 മണിക്കൂറിന് ശേഷം ട്രംപ് പറയുന്നു ഞാനാണ് ഇപ്പം ശരിയാക്കിയത്. അപ്പോൾ ഈ പരിപാടിയല്ല. അപ്പോൾ ഇന്ത്യ പ്രോപ്പർ ചാനൽ വഴി സൈനിക മേധാവികൾ തമ്മിൽ നിലവിലുള്ള ഹോട്ട് ലൈൻ സംവിധാനം വഴിയാണ് ചർച്ചകൾ നടന്നത്. അവിടെ ഒരു മൂന്നാമസ്ഥൻ വന്നിട്ടേ ഇല്ല എന്ന് മോദി വിശദീകരിക്കുന്നു. ഇനി 5-മത്തത്, ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ ചർച്ചയാണ് നടന്നത്. അതായത് ഇവർ രണ്ടുപേരും G7 ഉച്ചകോടിയിൽ, അവിടെ ഇന്ത്യ ഒരു സ്ഥിരാംഗമല്ല, ക്ഷണിതാവാണ്. കനേഡിയൻ പ്രസിഡന്റിൻ്റെ താല്പര്യാർത്ഥമാണ് മോദി അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ഥിരാംഗമാണ് അമേരിക്ക, ട്രംപ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവർ തമ്മിൽ അവിടെ വെച്ച് കൂടിക്കാഴ്ച നടക്കും എന്നുള്ളത് ഉറപ്പാണ്. മോദിക്ക് ഇതിനോടകം തന്നെ കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടും ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ടും ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിട്ടും ഒക്കെ അവിടെ ഔദ്യോഗികമായിട്ട് കൂടിക്കാഴ്ചകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ട്രംപിനെയും കാണും എന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ട്രംപ് നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷാ സമിതി ചേരണമെന്ന ആവശ്യം പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഇപ്പം രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നില്ല. അപ്പോൾ ട്രംപ് മോദിയോട് ചോദിച്ചു, തിരിച്ചു പോകുന്ന വഴിക്കൊന്നും ഇവിടെ കയറിക്കൂടെ, നമ്മുടെ കൂട്ടുകാരെടാ പോകുന്ന വഴിക്കൊന്ന് കയറിക്കൂടെ? അപ്പോൾ മോദി പറഞ്ഞു പറ്റില്ല, എനിക്ക് നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് G7 ഉച്ചകോടിക്ക് ശേഷം ക്രൊയേഷ്യയിലോട്ട് പോകണം മോദിക്ക്. ക്രൊയേഷ്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. അപ്പം നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ട്, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇത്രയുമാണ് രണ്ട് നേതാക്കളും തമ്മിൽ നടന്ന ഔദ്യോഗിക ഫോൺ സംഭാഷണം. നേരിട്ട് പറയേണ്ട കാര്യം ഫോണിലൂടെ പറഞ്ഞു. 30 മിനിറ്റ് നീണ്ടു നിന്ന സംഭാഷണമാണ്. ഇതിൽ 5 കാര്യങ്ങൾ, സുപ്രധാനമായ 5 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഉറപ്പാണ് ഈ പറഞ്ഞ മോദിയുടെ എന്താ പറയുക, ഈ ആളാകാൻ നോക്കിയ സംഗതി, ട്രംപിൻ്റെ ആളാവാൻ നോക്കിയ അതിനെതിരെ കൃത്യമായ നിലപാട് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി ട്രംപ് ഇനി ആളാവാൻ നോക്കില്ല എന്ന് തന്നെ കരുതി. ഈ ട്രംപ് ചില്ലറക്കാരൊന്നുമല്ല, ഈ അവകാശപ്പെട്ടത് പല പല വേദികളിൽ ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പൊ ചൈനയ്ക്കെതിരെ മറ്റേ വ്യാപാര നികുതി ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് അവിടുത്തെ ഒരു കോടതിയിൽ ഇത് കേസ് വന്നിരുന്നു. ആ കേസിൽ ഈ ട്രംപിന് എതിരായിട്ടാണ് വിധി വന്നത്. അപ്പോൾ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ട്രംപിൻ്റെ വക്കീല് അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധി കോടതിയിൽ പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലും ഈ വ്യാപാര കരാറിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇല്ലാതാക്കിയത്. അപ്പോൾ ട്രംപിൻ്റെ ഇക്കാര്യത്തിലുള്ള നടപടി കറക്റ്റായിരുന്നു എന്നാണ് അവർ കോടതിയിൽ പോലും വാദിച്ചത്. പക്ഷേ ആ കോടതി ആ കേസെടുത്ത് തള്ളിക്കളഞ്ഞത് വേറെ കാര്യം. അപ്പോൾ അത്രയ്ക്ക് കിട്ടാവുന്ന വേദികളിലെല്ലാം മൈക്ക് വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ അതിനൊരു തീരുമാനമായി. മോദി പറഞ്ഞു തൽക്കാലം ഈ പൊതുവേ ട്രംപ് എപ്പോഴും ഇങ്ങനെയാണ്, ആളാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നിട്ട് അയാൾക്ക് തന്നെ 8ന്റെ പണി വാങ്ങി കൂട്ടുന്ന ഒരു ശീലം ഇപ്പോഴല്ല, നേരത്തെ ഉള്ള പ്രസിഡന്റായ സമയത്ത് ഉള്ളതാണ്. ഇപ്പോൾ അത് നേരത്തെ ഉള്ള പ്രധാനമന്ത്രിമാരാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ വീമ്പത്തരമൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ മോദിയാണ്, ഞങ്ങളുടെ ആഭ്യന്തര കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം, എൻ്റെ ജനങ്ങളെ എങ്ങനെ നോക്കണമെന്ന് എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം, അതിൽ താൻ കയറി കൂടുതൽ ഇടപെടാൻ വരണ്ട എന്ന് കർശനമായ താക്കീത് കൊടുത്തതുകൊണ്ടാണ് മോദിയെ കാണാതെ പിന്നെ എന്താ കോൺഫറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മുങ്ങി നടക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇനി നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതെ, ഫോണിൽ കൂടെ 30 മിനിറ്റ് കിട്ടിയെങ്കിൽ നേരിട്ട് കണ്ട 30 സെക്കൻഡ് പോലും വേണ്ട.